വാൽനക്ഷത്രങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഷൂട്ടിംഗ് സ്റ്റാറുകളെ കാണാൻ കഴിയും. ചില നക്ഷത്രങ്ങൾ ഇങ്ങനെ പതിക്കുന്നത് പോലെ തോന്നും. അന്ന് രാത്രി ഒരു നക്ഷത്രം അസ്തമിച്ചിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചമറ്റ് ഇല്ലാതെയായിരുന്നു. അത് നാട്ടിൽ ചർച്ചയായിരുന്നു. മഹാനവറുകൾ ചോദിച്ചു അതിനെക്കുറിച്ച്, നിങ്ങളിൽ ആരെങ്കിലും അത് കണ്ടിരുന്നുവോ എന്ന് ചോദിച്ചു സഈദ് ഇബ്നു ജുബൈർ എന്നവര് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അപ്പോൾ ആ സദസ്സിലിരിക്കുന്ന ആളാണ് മഹാനായ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ തങ്ങള്. അവര് പറഞ്ഞു, ഞാൻ ഇന്നലെ അത് കണ്ടു. അപ്പൊ ചോദിച്ചു, ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഉടനെ പറഞ്ഞു, ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു ആയിരുന്നില്ല പാതിരാത്രിയിൽ. വലാകിന്നി ലുദിഗ്തു, എനിക്ക് പാമ്പ് കടിയേറ്റു, അല്ലെങ്കിൽ തേള് കടിയേറ്റു. ആ കടിയുടെ വേദനയിൽ എനിക്കന്ന് ഉറങ്ങാൻ പറ്റിയില്ലായിരുന്നു ഇന്നലെ. അൽ ബാരിഹ എന്ന് പറഞ്ഞ തലേ രാത്രിക്കാ പറയാം. ബാരിഹ എന്ന് പറയുമ്പോ അറബിയിൽ പറയുമ്പോൾ ളുഹർ സവാല് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ അൽ ബാരിഹ. ളുഹറിന്റെ മുമ്പ് പറയുകയാണെങ്കിൽ അൽ ലൈല, റഅയ്തുൽ ലൈലത റുഅ്യ, ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു. അൽ ലൈല എന്ന് പറയുമ്പോൾ ളുഹറിന് മുമ്പ് പറയുമ്പോൾ അൽ ലൈല എന്ന് പറയും. ളുഹർ കഴിഞ്ഞാൽ പിന്നെ അൽ ബാരിഹ എന്ന് പറയാം. അപ്പോൾ ളുഹറിന് ശേഷം നടന്ന ഒരു ചർച്ചയായിരുന്നു ഇത് എന്നാണ് ഇതിന്റെ സാരം. സഈദ് ഇബ്നു ജുബൈർ എന്നവർ ചോദിച്ചു, ഫമാദാ സ്വനഅത്, തേളിന്റെ കടിയേറ്റ് രാത്രി നിങ്ങൾ ഉറങ്ങാതിരുന്നപ്പോ എന്തേ നിങ്ങൾ ചെയ്തത്? ഖാല ഇർതഖൈതു, ഞാൻ റുഖിയ ചെയ്തു. പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും വന്ന ശമനത്തിന്റെ ശിഫാഇന്റെ ദുആകൾ ചൊല്ലി ഞാൻ ശമനം പ്രാപിച്ചു. റുഖിയ ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഫമാ ഹമലക അലാ ദാലിക്, നിങ്ങൾ അങ്ങനെ റുഖിയ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു സഈദ് തങ്ങള്. അപ്പൊ പറഞ്ഞു, ഹദീസാണ്, ഹദീസുൻ ഹദ്ദസനാ അശ്ശഅബി റളിയല്ലാഹു അൻഹു, മഹാനായ ശഅബി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണത്. ശഅബി തങ്ങൾ മുഹദ്ദിസാണ്. മഹാനായ ഇമാം ശഅബി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ഹദീസ് എടുത്തുകൊണ്ട് പറഞ്ഞു, മഹാനായ സ്വഹാബിയായ ബുറൈദ റളിയല്ലാഹു അൻഹു അൻ ബുറൈദത്ത് ഇബ്നുൽ ഹുസൈബ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹമതിൻ. ഇത് ഒരു സ്വഹാബിയുടെ ഒരു മൗഖൂഫായ ഒരു ഹദീസാണെന്ന് പറയുന്നത്. മർഫൂആയിട്ടും നബി തങ്ങൾ പറഞ്ഞതായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസായിട്ട് ഇമാം തുർമുദി ഇമാമിന്റെ സുനനിലും മുസ്നദിലും ഒക്കെ കാണാൻ കഴിയും. സ്വഹീഹായ ഹദീസാണ്. ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹമ, റുഖിയ ചെയ്യേണ്ടത്, മന്ത്രിച്ചൂതേണ്ടത്, റുഖിയ എന്ന് പറഞ്ഞാൽ മന്ത്രിച്ചൂതേണ്ടത് ഇല്ലാ മിൻ ഐനിൻ, കണ്ണേറ് സംഭവിക്കുമ്പോഴാണ്. കണ്ണേറ് സംഭവിക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായ പണി റുഖിയ ചെയ്യൽ തന്നെയാണ്. ഔ ഹമത്തിൻ, ഹമ എന്ന് പറയുന്നത് തേളിന്റെ വിഷമേൽക്കുന്നതിനെയാണ്. പാമ്പിന്റെയോ തേളിന്റെയോ വിഷമേറ്റാൽ ഏറ്റവും ഉപയുക്തമായ ഒരു ചികിത്സ റുഖിയ തന്നെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലയോ? ആ ഹദീസ് വെച്ച്, ഇമാം ശഅബി ഉദ്ധരിച്ച ഹദീസ് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് മഹാനായ താബിഇയായ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ അസ്സുലമി അൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി എന്തുകൊണ്ട് ചെയ്തു എന്നതിന് തെളിവ് ചോദിച്ചു. അപ്പൊ തെളിവ് പറഞ്ഞു, ഇങ്ങനെ ഹദീസ് ഉണ്ടല്ലോ, എനിക്ക് തേള് കുത്തിയതാണ്. അപ്പൊ രാത്രി നക്ഷത്രം ഉതിർന്നു വീണത്, അല്ലെങ്കിൽ ഒരു വാൽനക്ഷത്രം താഴെ വീഴുന്നത് പോലെ കൂഫക്കാർ മുഴുവനും കണ്ട നാട്ടിലെ ചർച്ചയായ സംഭവം ഇദ്ദേഹവും വീടിന്റെ മേലെ നിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ മഹാൻ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്നു ആയിരുന്നില്ല, എന്നെ പറ്റി അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, നിസ്കരിക്കായിരുന്നില്ല. കാരണം മഹാനവറുകൾ ചെയ്തത് ഒരു വലിയ താനൊരു ആബിദാണ്, അല്ലെങ്കിൽ വലിയ ഇബാദത്ത് ചെയ്യുന്ന ആളാണ് എന്ന ആളുകൾ അങ്ങ് വിചാരിച്ചു പോയേക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മഹാനവറുകൾ അതിനെ തിരുത്തിയത്.
ഇതൊരു റിയാ വരുന്ന ഒരു സ്ഥലമാണ്. റിയാ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു വലിയ ആളാണ് എന്ന തോന്നൽ മനസ്സിൽ വരുന്നത് വലിയ അപകടമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ രാത്രിയൊക്കെ നിസ്കരിക്കുന്ന ആളാണ്. ഇപ്പൊ ചിലരൊക്കെ വെറുതെ വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ ഒക്കെ വല്ല ജ്യൂസോ വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ അതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ സുന്നത്തോം എടുത്തിട്ടുണ്ട് എന്നാണ് പറയും. അവിടെ കൂലി പോവും ശരിക്കും. എനിക്കിപ്പോൾ വേണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ വല്ലാണ്ട് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞേക്കണം നോമ്പായത് കൊണ്ടാണ്. ഒറ്റടിക്ക് തന്നെ അങ്ങോട്ട് പറയാം ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്, ഞാൻ എന്നും നോമ്പല്ലേ, തിങ്കളാഴ്ച ചോദിക്കേണ്ട കാര്യമുണ്ട്, തിങ്കളാഴ്ച വ്യാഴ്ച ആരെങ്കിലും എനിക്ക് ചായ തരാറുണ്ടോ, അങ്ങനെയൊക്കെ പറയാൻ നിന്നാൽ പിന്നെ എന്താ ഉണ്ടാവുക? അപ്പൊ അങ്ങനെ ഞാനൊരു നോമ്പുകാരനാണെന്ന് വിചാരിച്ചേക്കണം, അങ്ങനെയൊന്നും തോന്നാൻ പാടില്ലെന്നാണ് മഹാനായ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ സുലമി മഹാനവറുകൾ തിരുത്തി കൊടുത്തു. ഞാനത് കണ്ടത് നിസ്കരിച്ച് രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ ഉറങ്ങാതിരിക്കുമ്പോൾ അന്നൊക്കെ വീടിന്റെ മുകളിലാണ് നിസ്കരിക്കുക, ഓപ്പൺ ടെറസിൽ. വീടുകളുടെ റൂമിലൊക്കെ ഇരുട്ടായിരിക്കും, വിളക്കില്ലല്ലോ, കറണ്ട് ഇല്ലല്ലോ. അപ്പൊ വീടിന്റെ മട്ടുപ്പാവിൽ കയറിയിട്ടാണ് നിസ്കരിക്കുക. അപ്പൊ നിസ്കരിക്കുന്നവർ നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോഴോ ഇങ്ങനെ നോക്കുമ്പോ ആ നക്ഷത്രം വീണത് കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിസ്കരിക്കൊന്നും ആയിരുന്നില്ല കേട്ടോ, എനിക്ക് വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റാതിരുന്നപ്പോ ഞാനിത് കണ്ടിട്ടുണ്ട് എന്ന് മഹാനോട് പറഞ്ഞു. ആ നക്ഷത്രം വീണതല്ല നമ്മുടെ ചർച്ചാ വിഷയം. ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. വേദനിച്ചപ്പോ തേള് കുത്തിയപ്പോ എന്ത് ചെയ്തു? ഞാൻ റുഖിയ ചെയ്തു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. റുഖിയ എന്ന് പറഞ്ഞാൽ മന്ത്രിച്ചൂതുക എന്നാണ്. ഫാത്തിഹ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റുഖിയയാണ്. ഫാത്തിഹ 7 തവണ ഓതിയിട്ട് വെള്ളത്തിലേക്ക് ഊതിയിട്ട് കുടിക്കുക, അല്ലെങ്കിൽ കയ്യിലേക്ക് ഊതിയിട്ട് തടവുക. ആയത്തുൽ കുർസി ഓതിയിട്ട് ശരീരം തടവുക. ഷിഫായിന് കാരണമാണ്. ചെറിയ മക്കൾക്കോ പ്രയാസമുള്ളവർക്കോ പെട്ടെന്നൊരു വേദന വന്നാൽ രാത്രിയൊക്കെ ഹോസ്പിറ്റലിൽ പോകാൻ പ്രയാസമായിരിക്കും. ആ ഒരു വേദനയ്ക്കൊരു ശമനം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട്, പടച്ചവനെ എൻ്റെ കുഞ്ഞിന് ശിഫ നൽകണേ, വേഗം ഒരു 7 ഫാത്തിഹ വെള്ളം അടുത്ത് വെച്ച് വെള്ളം കേൾക്കുന്ന സൗണ്ടിൽ ഓതണമെന്നാണ്. തേന്, സംസം, സാദാ വെള്ളം ഒക്കെ ആവാം, പക്ഷേ അത് കേൾക്കണം. ആ രീതിയിൽ ശബ്ദത്തിൽ ഓതണം. മെല്ലെ നമ്മൾ മിണ്ടാണ്ട് ഒരു മൂലക്ക് ഓതിയിട്ട് ഒരു ഊതുന്നതിനേക്കാളും ഫലം അതിൻ്റെ അടുത്ത് വെച്ച് ഉറക്ക ഓതി ഊതലാണ്. അങ്ങനെ കുടിക്കാനോ ദേഹത്ത് പുരട്ടാനോ ഒക്കെ കൊടുക്കാം. അങ്ങനെയൊക്കെ പുണ്യനിബിധങ്ങൾ ചെയ്തിട്ടുണ്ട്, സുഹാബിമാർ ചെയ്തിട്ടുണ്ട്, അയിമ്മത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. മരുന്ന് കഴിക്കണം, ഡോക്ടറെ കാണിക്കണം, അതിന് വേറെ കൂലിയാണ്. പക്ഷേ ഷിഫാഇന്റെ കാരണങ്ങളിൽ ഒരു കാരണം മന്ത്രിച്ചൂതലാണ്. അള്ളാഹു നമുക്കൊക്കെ ശിഫ നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ. ഞാനിന്ന് കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങൾ അവറുകളെ കാണുകയുണ്ടായി ഇന്ന് വൈകിട്ട്. അള്ളാഹുർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അള്ളാഹുരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ. അള്ളാഹുർക്ക് പരിപൂർണ ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു ഈ ഉമ്മത്തിന് വേണ്ടി അള്ളാഹുർക്ക് നൽകട്ടെ എന്ന് ദുആയിരക്കാണ്. തങ്ങളുമായി കുറേ കാര്യങ്ങൾ സംസാരിക്കും. തങ്ങളുടെ ഒരു പ്രത്യേകത, വേറെ ഒരു പണ്ഡിതനെയോ ഒരു സയ്യിദിനെയോ കാണുന്ന പോലെയല്ല കുഞ്ഞിക്കോയ തങ്ങള്. അള്ളാഹുർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊടുക്കട്ടെ. എപ്പോഴും വലിയൊരു മഹാനാണ്. ലോകത്തെ മുസ്ലിം ഉമ്മത്ത്, ലോക മനുഷ്യർ, നമ്മുടെ നാട്, നമ്മുടെ രാജ്യം, ഭരണകൂടങ്ങൾ, നമ്മുടെ മഹല്ലുകൾ, മുസ്ലിം ഉമ്മത്തിൻ്റെ അവസ്ഥകൾ, ഇതൊക്കെ തങ്ങൾ ചർച്ച ചെയ്യും. ഇന്ന് ഇതൊന്ന് അരമണിക്കൂർ സമയം തങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിച്ചപ്പോഴേക്കും ട്രംപ് മുതൽ നമ്മുടെ നാടിലെ മഹല്ലുകൾ നടക്കുന്ന പ്രശ്നങ്ങൾ വരെ, നമ്മുടെ വീടുകളിൽ നടക്കുന്ന വിഷയങ്ങൾ വരെ, ഗൾഫ് രാജ്യങ്ങളിൽ സൗദിയിൽ നടക്കാൻ പോകുന്ന ഫുട്ബോൾ മാമാങ്കം വരെ മഹാനവറുകളുടെ ചർച്ചയിൽ വന്നു. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഇങ്ങനെ ഒരു ഉമ്മത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഒരു മഹാൻ. സമൂഹം എന്താണ് ഇങ്ങനെ? എന്തേ മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ ആയിപ്പോയത്? എന്തേ പണ്ഡിതന്മാരൊന്നും പറയാത്തത്? തങ്ങളുടെ വേദന ഇങ്ങനെ ആ മുഖത്ത് വായിച്ചെടുക്കാൻ കഴിയും. അത് ചൂടോടെ, ഇന്നിപ്പോൾ ഏതാനും മണിക്കൂറിലായിട്ടുള്ള ഒരു 5 മണിക്ക് തങ്ങളുടെ അടുത്താണുള്ളത് വൈകിട്ട്. മഹാനവറുകൾ പറയായിരുന്നു, നമ്മുടെ പണ്ഡിതന്മാരിങ്ങനെ ഒച്ച വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, മഹല്ലുകൾ തീരുമാനമെടുക്കണം. നമ്മുടെ വിവാഹങ്ങളൊക്കെ എത്ര
അനാചാരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയാപ്പിളയും പുതിയണ്ണും സ്റ്റേജുമ കിടന്ന് ചാടിക്കളിക്കാണ്, അമ്മായും എമോഷനും കൂട്ടത്തിൽ ചാടുകയാണ്. ഇങ്ങനെ ആണും പെണ്ണും കൂടിക്കലർന്ന് ഇതൊക്കെ ആലിമീങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ നാട്ടിലും നമ്മുടെ രാജ്യത്തും എന്തേ നമ്മുടെ നേതാക്കന്മാർ ആലിമീങ്ങൾ മഹല്ലുകൾ തീരുമാനമെടുക്കണ്ടേ? അത്തരം സംവിധാനങ്ങളെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് എന്തേ ഇത് നടക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് മഹാനവറുകൾ വലിയ വേദന പങ്കുവെക്കുകയുണ്ടായി. ഞാൻ ആലോചിച്ചു പോവാണ്, തങ്ങളവറുകളോട് സംസാരിക്കുമ്പോഴൊക്കെയും മഹാനവറുകളുടെ വിഷയം ഈ ഉമ്മത്തിന്റെ വിഷയമാണ്, സമൂഹത്തിന്റെ വിഷയമാണ് തങ്ങൾ പറയുള്ളൂ. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ വിഷയവുമായി അതിലൊരു സംഗതി വന്നു. ഞാൻ അത് ഓർക്കാൻ കാരണം, തങ്ങൾ പറഞ്ഞു ഇന്നെല്ലാവരും അസ്മാന്റെ പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ്. ഒരു കിതാബ് വാങ്ങുക, 4 വര വരയ്ക്കുക, ഇങ്ങനെ കള്ളി വരയ്ക്കുക, എഴുതി വെക്കുക, ഓരോന്ന് എഴുതി കൊടുക്കുക. അങ്ങനെ അസ്മാവിന്റെ ചികിത്സ എന്ന് പറയാം. ഈ ചെയ്യുന്നത് സിഹറായിരിക്കും, അവനറിയില്ല. പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. എന്നിട്ട് മഹാനവർ ഉദാഹരണം പറഞ്ഞു, പൊരുത്തം കൊടുക്കുക. എല്ലാവരും ഇജാസിയത്ത്, കൊട്ടക്കണക്ക് ഇജാസിയത്ത് കൊടുക്കുകയാണ്. എല്ലാവർക്കും ഇത് വരക്കാനും എഴുതാനും ചികിത്സിക്കാനുമുള്ള ഇജാസിയത്ത് കൊടുക്കുക. തങ്ങൾ പറഞ്ഞു, എൻ്റെ അടുത്ത് പലരും വന്ന് ഇങ്ങനെ പൊരുത്തം ചോദിക്കാൻ വരാറുണ്ട്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ തരത്തിലുള്ള പരിപാടിക്ക് എനിക്ക് പൊരുത്തം തരാൻ കഴിയില്ല. നിങ്ങൾ ഫാത്തിഹ ഓതി ഖുർആൻ ഓതിയിട്ട് മന്ത്രിച്ചൂത്, അതിന് അല്ലാഹുവിന്റെ റസൂൽ തന്ന പൊരുത്തമാണ്, അത് മതി എന്നാണ് ഞാൻ പറയാറുള്ളത്. നാടിൽ സിഹറിന്റെ ഉപയോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, സാഹിര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമിന് ഉപദ്രവം ചെയ്യുന്ന കാലം. തങ്ങൾ പറഞ്ഞു, ഒരു ഹൈന്ദവ സഹോദരൻ അവന്റെ ജാതിയിൽപ്പെട്ട ഒരു ഹൈന്ദവ സഹോദരന് ഉപദ്രവം ചെയ്യാൻ 1000 വട്ടം ആലോചിക്കും. പക്ഷെ മുസ്ലിമീങ്ങൾ, കൂടെയുള്ള മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവം ചെയ്യാൻ ഒരു മടിയുമില്ലാതെ മാരണം ചെയ്യുന്നില്ലയോ? ശരിയല്ലേ? നമ്മുടെ ആളുകൾക്ക് വല്ല പേടിയുണ്ടോ? മാരണം ചെയ്യുക, ഉപദ്രവം ചെയ്യുക, പിശാചിനെ കൊണ്ട് ഉപദ്രവം ചെയ്യിപ്പിക്കുക. തങ്ങൾ പറഞ്ഞു, നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ, അങ്ങനെ തന്നെ പറഞ്ഞു തങ്ങള്, അവരുടെ കല്യാണങ്ങൾ എത്ര മതഭക്തിയോടുകൂടെയാണ് അവർ ചെയ്യുക. അവരിങ്ങനെ ചാടിക്കളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അവര് മുഹൂർത്തം നോക്കി, അവരുടെ പൂജയും കാര്യങ്ങളും നോക്കി, ആ ഭവ്യതയോടുകൂടെ അവരുടെ ആചാരപ്രകാരം അവരുടെ കല്യാണങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ കല്യാണത്തിന്റെ വേദികൾ നിക്കാഹ് കഴിഞ്ഞ് ഉസ്താദുമാരുടെ ഇറങ്ങാൻ കാത്തിരിക്കുകയാണ്. അവിടെ ചാടിക്കളിയും മ്യൂസിക്കും അനാചാരങ്ങളും ചെയ്തു കൂട്ടാൻ. ഇങ്ങനെ ഒരു ഹുർമത്തില്ലാത്തവരായി ഈ ഉമ്മത്ത് മാറിപ്പോയല്ലോ. ഇതൊക്കെ ചർച്ച ചെയ്യുന്ന തങ്ങൾക്ക് എന്തെല്ലാം, തങ്ങൾക്ക് ഊരവേദനയുള്ള ആളാണ് തങ്ങൾ പാപ്പ അതിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞില്ല. തങ്ങളുടെ ഒരു വിഷമോ കുടുംബത്തിന്റെ കാര്യമോ ചർച്ചയിലേ വരാറില്ല. തങ്ങൾ പറയ ഉമ്മത്തിന്റെ വിഷയമാണ്. ഇങ്ങനത്തെ ഒരു സയ്യിദിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു സമൂഹത്തിന്റെ വിഷയത്തിൽ ആലോചിച്ച് സങ്കടപ്പെട്ട് ചിലപ്പോഴൊക്കെ തങ്ങൾ രോഗിയാവാറുണ്ടെന്ന് പറഞ്ഞു. തങ്ങളുടെ മുരീദന്മാർ പറഞ്ഞു, തങ്ങൾ വിഷമിച്ച് കിടപ്പാവാറുണ്ട്. എന്ത്? ഈ ഉമ്മത്തിനെ ആലോചിച്ചു, ഈ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ കണ്ടിട്ട് നന്നാവുന്നില്ലല്ലോ, എന്തേ നമ്മൾ ഇങ്ങനെയായി പോയത് എന്ന് പറഞ്ഞിട്ട്. അള്ളാഹു നമുക്ക് ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കാൻ തൗഫീക്ക് തരട്ടെ. അള്ളാഹു ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഫമാ ഹമലക അലാ ദാലിക്, ഹുസൈനെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ കാരണം എന്താണ്? ഖാല ഹദീസുൻ ഹദ്ദസനാഹു അശ്ശഅബി റഹ്മത്തുള്ളാഹ്. ഇമാം ശഅബി തങ്ങൾ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ തങ്ങളുടെ ഉസ്താദാണ്, ഗുരുനാഥനാണ് ഇമാം ശഅബി തങ്ങൾ. ശഅബി തങ്ങൾ റഹ്മത്തുള്ളാഹി തആല അലൈഹി ശഅബി തങ്ങൾ ഉദ്ധരിച്ച ഒരു ഹദീസാണ്, ഇദാ ലം തസ്തഹി ഫസ്നഅ മാ ശിഅ്ത, നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ വേണ്ടത് ചെയ്തോളൂ എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഇദാ ലം തസ്തഹി ഫസ്നഅ മാ ശിഅ്ത. حدثنا الشعبي رحمة الله تعالى عليه عن بريدة بن الحصيب أنه قال لا رقية إلا من عين أو حمى. തേള് കുത്തിയാലോ വിഷമേറ്റാലോ കണ്ണേറ് തട്ടിയാലോ ഏറ്റവും ഉപയുക്തമായ ചികിത്സ റുഖിയയാണ്, ശർഅ് കൊണ്ട് മന്ത്രിച്ചൂതലാണ്. വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ശിഫാഇന്റെ ആയത്ത്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. കണ്ണേറ് തട്ടുമ്പോ കണ്ണേറിന് ശിഫയുണ്ട്, ഖുർആനിൽ ആയത്തുകളുണ്ട്. വഇൻ യകാദുൽ ലദീന കഫറു
ليزلقونك بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون وما هو إلا ذكر للعالمين. ശിഫാഇന്റെ ആയത്തുകളാണ്. وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ ആയത്തുകൾ അലിഫ് ലാം മീം മുതൽ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വിശുദ്ധമായ ഖുർആൻ മുഴുവനും ശിഫയാണ്. ഖുർആനിന്റെ ആയത്തുകളിൽ പ്രത്യേകമായ ശിഫാഇന്റെ ആയത്തുകളുണ്ട്. അതുകൊണ്ട് റുഖ്യ ചെയ്യലാണ് ഏറ്റവും ഉത്തമം. റുഖ്യ ഏറ്റവും ഉപകാരപ്പെടുന്നത് മിൻ ഐനിൻ, കണ്ണേറ് തട്ടുമ്പോഴാണ്. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിമിനെ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് വിളിച്ചു പോവാൻ നിൽക്കല്ലേ. ഇത് ഹദീസാണ്. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്. അത് സയൻസ് കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയില്ല, കാര്യകാരണങ്ങളെ കൊണ്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്. ചില ആളുകളുടെ നോട്ടമോ വർത്തമാനങ്ങളോ ഹസദായി അസൂയയായി പരിണമിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവം സ്വാഭാവികമായും ഉള്ളതാണ് എന്ന് പറയുകയും അതിന്റെ പ്രതിവിധി പഠിപ്പിക്കുകയും ചെയ്തത് നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളുടെ ഹദീസിൽ അതിന് പരിഹാരങ്ങളുണ്ട്. ലാ റുഖ്യത ഇല്ലാ മിൻ ഐനിൻ ഔ ഹമതിൻ, തേളുകുത്തുന്ന പോലെയുള്ള വിഷമേൽക്കുകയോ അല്ലെങ്കിൽ കണ്ണേറ് കൊള്ളുകയോ ചെയ്താൽ ഏറ്റവും ഉപയുക്തമായത് റുഖ്യ ചെയ്യലാണ്, മന്ത്രിച്ചൂതലാണ് എന്ന് പറഞ്ഞില്ലയോ? അതുകൊണ്ട് ഞാൻ മന്ത്രിച്ചൂതി ആ രാത്രിയിൽ അങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. നക്ഷത്രം മുതിർന്നു വീഴുന്നത് അല്ലെങ്കിൽ വാൽനക്ഷത്രം കടന്നു പോകുന്നത് ഞാൻ കണ്ടുവെന്ന് ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാനുൽ കൂഫി അസ്സുലമി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞപ്പോ മുഹദ്ദിസായ സഈദ് ഇബ്നു ജുബൈർ എന്നവരെ പറഞ്ഞു, അഹ്സന മൻ തഹാ ഇലാ മാ സമിഅ. ഒരു മനുഷ്യൻ കേട്ടത്, തെളിവുള്ളത്, ദലീലുള്ള ഒരു വിഷയം ഒരു മനുഷ്യൻ അംഗീകരിക്കുന്നത് നല്ലതാണ്. തെളിവുള്ള ഒരു വിഷയം ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നത് നല്ലതാണ്. നമ്മൾ പറയുന്ന വാക്കുകളുടെ, ഹദീസുകളുടെ പൊരുളുകൾ അത് യാഥാർത്ഥ്യമായിരിക്കണം. വെറുതെ കേട്ടുകേൾവിയുള്ള കഥകൾ പറയരുത്. ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്വീൻ, ഹദീസാന്ന് പറയും, ഹദീസ് അല്ലെന്നാണ്. അതൊരു ആപ്തവാക്യമാണ്, അല്ലെങ്കിൽ ഒരു നല്ല ആശയമാണ്. ചൈനയിലെങ്കിലും പോയിട്ട് അറിവ് നേടുക എന്ന്. അൽഖം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം പറയാറുണ്ട്. നമ്മുടെ മുത്തഅല്ലിമീങ്ങളൊക്കെ വഅദ് പറഞ്ഞു തുടങ്ങുമ്പോൾ കലിമ എല്ലാം കിട്ടി. അങ്ങനെ ഒരു സംഭവമില്ല എന്നാണ്. മരിക്കുന്ന നേരത്ത് മാതാപിതാ ഉമ്മയുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി നിബിധങ്ങൾ ചോദിച്ചുവെന്നും വിറകൊണ്ടുവരാൻ വേണ്ടി പച്ച നുണയായ കഥയാണ്. ഒരു തെളിവും ഒരു മൗസൂഖായ ഒരു കിതാബിലും പറയപ്പെടാത്ത കഥയാണ്. ഒരു സ്വഹാബിന്റെ മേലിൽ ഇതൊക്കെ വെച്ച് കിട്ടുന്നത്. ഒരു സ്വഹാബിയെ പറ്റില്ലേ നമ്മൾ ചിന്തിച്ചു? മുത്ത ഹബീബിന്റെ കൂടെ ജീവിച്ചൊരു സ്വഹാബി അങ്ങനെ ഒരു ഉഖൂഖ് ചെയ്യുമോ? മിനിമം നമ്മൾ ആലോചിച്ചാൽ പോരെ. മാതാപിതാക്കളോട് ഇങ്ങനെ അദബുകേട് ചെയ്യുന്നൊരു സ്വഹാബി നിബിധങ്ങൾക്കുണ്ടാവുമോ? എന്നിട്ട് കുഫറിലേക്ക് പോവാൻ, കാഫിറായി മരിക്കുകയാണ്. അതിനേക്കാളും നല്ലത് വിറക് വെച്ച് ഇവിടെ നിന്ന് കത്തിക്കലല്ലേ എന്ന് പറഞ്ഞു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അല്ലേ? ആ സംഭവം ഇല്ലാത്തതാണ് അത്രേ. പടച്ചവനെ, മൗലു ആണ് എന്ന് പറയുന്നത്, ഫാബ്രിക്കേറ്റഡ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആധികാരികമായ വിഷയങ്ങളെ പറയാവൂ എന്നതാണ്. ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് കിതാബുകളുണ്ട് നമുക്ക്. ആ കിതാബുകളിൽ പരാമർശിക്കപ്പെടുന്നതെല്ലാം പറയാൻ പറ്റൂല, എല്ലാം ജനങ്ങളോട് പറയാൻ പറ്റും. അവരുടെ ഈമാൻ ഇളകിപ്പോകും. കാരണം അതിന്റെ ഒരു അടിസ്ഥാനമോ അല്ലെങ്കിൽ അതിന്റെ ഒരു സോഴ്സോ എന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ വളരെ ദുർബലമായിരിക്കും. അങ്ങനെ ഉണ്ടാവരുത്. ദീനിനെ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും തെറ്റിദ്ധരിപ്പിക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ എന്നാണ് അതിന് മറുപടി പറയാം. അങ്ങനെ ആവരുതെന്നാണ്. മഹാനവറുകൾ പറഞ്ഞു, ഖദ് അഹ്സന മൻ തഹാ ഇലാ മാ സമിഅ. ഒരാശയമോ ഒരു ആദർശമോ ഒരു അമലോ നമ്മൾ ചെയ്യുമ്പോഴേ അതിനൊരു ദലീൽ ഉണ്ടായിരിക്കുക. അത് ആലിമീങ്ങൾക്ക് കഴിയുള്ളൂ. സാധാരണക്കാർ ദലീൽ നോക്കേണ്ട കാര്യമില്ല, അവർക്ക് അതിന് കഴിയൂല. ആര് പറഞ്ഞു, ഏത് ഫഖീഹ് പറഞ്ഞു, ഏത് ആലിം പറഞ്ഞു, എവിടെയാണിത് ചർച്ച വന്നത് എന്ന് ആധികാരികമായ ഒരു രേഖ നമ്മൾ ചെയ്യുന്ന അമലുകൾക്കുണ്ടാവണം എന്ന് മഹാനായ സഈദ് ഇബ്നു ജുബൈർ എന്നവർ
അപ്പൊ അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു ആലിമിനെ നമ്മൾ തഖ്ലീദ് ചെയ്യലേ പറ്റുള്ളൂ. അവര് പഠിപ്പിക്കുന്നത് കേൾക്കലേ പറ്റുള്ളൂ. എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നത് കേൾക്കുക ചെയ്യുക എന്നതിൽ അബദ്ധങ്ങൾ സംഭവിച്ചേക്കും. അതുണ്ടാവരുത്. ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹമ. ഇത് പറഞ്ഞപ്പോ മഹാനായ സഈദ് തങ്ങൾ മറ്റൊരു ഹദീസ് പറയാൻ തുടങ്ങി. അതാണ് നമ്മുടെ ചർച്ചാ വിഷയം കേട്ടോ. ഹദ്ദസനാ, മഹാനവറുകൾ ഹദീസിന്റെ സനദ് പറയാൻ തുടങ്ങി. ഇബ്നു അബ്ബാസിൻ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ. മഹാനായ ഹബീബിന്റെ സ്വഹാബി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുമാ, നബി തങ്ങളുടെ സ്വഹാബിമാരിൽ ഗുലാമായ മീശ മുളക്കാത്ത കുട്ടിയായിരുന്നു. തങ്ങൾ വഫാത്താകുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പിന്നെ വലിയ ആലിമായിട്ട് മാറി. ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളെങ്ങാനും നമ്മളെപ്പോലെ പ്രായമുള്ള ഒരു മനുഷ്യനാവുകയായിരുന്നുവെങ്കിൽ മഹാനവറുകളെ പോലെ ഇൽമുള്ള ഒരാളെ നമുക്ക് ലഭിക്കുമായിരുന്നില്ല. അവരുടെ ഇൽമിന്റെ 10 പോലും നമുക്ക് കിട്ടുമായിരുന്നില്ല എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. ലൗ അദ്റക ഇബ്നു അബ്ബാസിൻ അസ്നാനനാ മാ അശറഹു മിന്നാ അഹദുൻ. ഇബ്നു അബ്ബാസ് തങ്ങളെ കുറിച്ച് ഉമർ എന്നവരും ഇബ്നു മസ്ഊദ് തങ്ങളും റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും പറയാണ്, ലൗ അദ്റക ഇബ്നു അബ്ബാസിൻ അസ്നാനനാ മാ അശറഹു മിന്നാ അഹദുൻ. നമ്മൾ ജീവിച്ചിരിക്കുന്ന പോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ആയുസ്സുണ്ടാവുകയായിരുന്നെങ്കിൽ മഹാനവറുകളുടെ ഇൽമിന്റെ 10 പോലും ആർക്കും ഉണ്ടാവുകയില്ല. അത്ര വലിയ ആലിമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ ഹദീസ് പറയുകയാണ്, ഉരിദത് അലയ്യൽ ഉമം. അല്ലാഹു എനിക്ക് സമുദായങ്ങളെ കാണിച്ചു തന്നു. ഇത് മിഅ്റാജ് പോലെ തങ്ങളുടെ ശരീരം കൊണ്ടുപോയൊരു യാത്രയിൽ കണ്ടതല്ല, തങ്ങളുടെ ഒരു സ്വപ്ന ദർശനമാണ്. മദീനയിൽ വെച്ച് തങ്ങൾ പറയുന്ന ഹദീസുകളൊക്കെ റുഇയകളാണ്. മക്കയിൽ വെച്ച് പറഞ്ഞത് ഇസ്രാ മിഅ്റാജ്, തങ്ങളുടെ ജസദോടുകൂടെ അസ്റാ ബി അബ്ദിഹി തങ്ങൾ പോയ യാത്രയിൽ കണ്ട അനുഭവങ്ങളാണ്. മദീനയിൽ വന്നതിന് ശേഷം തങ്ങൾക്ക് ഒരുപാട് റുഇയ സ്വപ്ന ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വറുഇയൽ അംബിയാഇ വഹ്യുൻ, പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ വഹ്യാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉരിദത് അലയ്യൽ ഉമം ഫറഅയ്തു അൻ-നബിയ വമഅഹു അർ-റഅത്. ഞാൻ ചില നബിമാരെ കണ്ടു, അവരോടുകൂടെ 8, 9, 10 ആളുകൾ കടന്നു പോകുന്നു, മഹ്ശറയിലേക്ക് വരുന്നു. വൻ-നബിയ്യു മഅഹു അർ-റജുലു വർ-റജുലാൻ. ചില പ്രവാചകന്മാരുടെ കൂടെ ഒരാൾ അല്ലെങ്കിൽ 2 ആള്, അത്രേ അവരെ പറ്റി വിശ്വസിച്ചിട്ടുള്ളൂ. അങ്ങനത്തെ നബിമാർ ഇങ്ങനെ കടന്നു പോകും. ചില നബിമാർ വലൈസ മഅഹു അഹദുൻ വൻ-നബിയ്യു വലൈസ മഅഹു അഹദുൻ. ഒരു സ്വഹാബി പോലും ഇല്ലാത്ത ഒരു പ്രവാചകൻ മാത്രം നടന്നു പോകും മഹ്ശറയിലേക്ക്, അല്ലാഹുവിന്റെ ഹദറത്തിലേക്ക് നടക്കുന്ന നടത്തത്തിൽ അസ്ഹാബുകളില്ലാത്ത, അനുയായികളില്ലാത്ത പ്രവാചകന്മാരുണ്ട് അത്രേ. സുബ്ഹാനല്ലാഹ്, ആരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ നബിമാരുണ്ട്. ഇദ് റുഫിഅ ലി സവാദുൻ അദീം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സംഘം ആളുകൾ ദൂരെ നിന്ന് വരുന്നത് ഞാൻ കാണുന്നത്. ഫളനൻതു അന്നഹും ഉമ്മത്തി, അവരെന്റെ അനുയായികളാവണേ എന്ന് ഞാൻ ആഗ്രഹിച്ചു, ഞാൻ വിചാരിച്ചു. അപ്പോഴാ അറിയുന്നത് ഹാദാ മൂസാ വ ഖൗമുഹു, ഇത് മൂസ ഇബ്നു ഇമ്രാൻ അലൈഹിസ്സലാം, മഹാനായ മൂസ നബി അലൈഹിസ്സലാമും അവരുടെ അനുയായികളാണ്, ബനൂ ഇസ്രായേലുകളാണ്. ഫനദർതു, ഞാൻ വീണ്ടും നോക്കി നിന്നു. ഫഇദാ സവാദുൻ അദീം, ചക്രവാളങ്ങളെ മുഴുവനും നിറച്ചുകൊണ്ട് വലിയൊരു സംഘമാളുകൾ കുന്നിൻ ചെരുവുകൾ കടന്നു വരുന്ന പോലെ സംഘമായി ഇങ്ങനെ കടന്നു വരുന്നു. അവരെന്നോട് പറഞ്ഞു, ഹാദിഹി ഉമ്മത്തുക്, നബിയേ ഇത് അങ്ങയുടെ ഉമ്മച്ചികളാണ്, നബിയേ ഇത് അങ്ങയുടെ ഉമ്മച്ചികളാണ്. തങ്ങളുടെ ഉമ്മത്തികൾ എന്ന് തങ്ങളോട് പറയപ്പെടുന്ന ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മൾ തങ്ങളുടെ ഉമ്മത്തികളാ നമുക്ക് പറയാം, പക്ഷെ തങ്ങൾ അംഗീകരിക്കണ്ടേ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ബോധിക്കേണ്ടേ? എപ്പോഴല്ലേ നമുക്കതുകൊണ്ട് ഫലമുള്ളൂ. അള്ളാഹു അവിടുത്തെ ഹബീബ് ഇഷ്ടപ്പെടുന്ന ഉമ്മത്തികളിൽ അള്ളാഹു നമ്മെ പെടുത്തി തരട്ടെ. അപ്പോൾ മഹ്ശറയുടെ നമ്മളിങ്ങനെ സങ്കല്പിക്കുക,
ഭൂമി പരന്നു കിടക്കുന്ന ഒരു ഒരു ലെവലായിരിക്കും, കുന്നുകളില്ലാതെ. ഇപ്പൊ വെള്ളിപ്പാടി കുന്ന്, ഇവിടെ ഒരു കുന്നിറങ്ങി വന്നു, ഇനി വേറെ കുന്ന് കയറാൻ പോവുക, അതിൻ്റെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. ഖിയാമത്ത് നാളായാൽ ഇതൊക്കെ നിരപ്പാവുന്ന. സുബ്ഹാനല്ലാഹ്. കസ്സഫ്ഹത്തിൽ വാസിഅ, പരന്നു കിടക്കുന്ന ഒരു പ്രതലം പോലെ ഭൂമിയെ അല്ലാഹു മാറ്റി തീർക്കുന്ന. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള് വസ്സമാവാതു വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഈ ഭൂമി അല്ലാതാക്കി അല്ലാഹു മാറ്റുകയും ഭൂമികയെ അല്ലാഹു മഹ്ശറക്ക് വേണ്ടി സജ്ജമാക്കുകയും ചെയ്യുന്ന ഒരു ദിവസം. اللهم اجعل حسابنا يسيرا اللهم اجعلنا من الذين لا يحاسبون ويدخلون الجنة بغير حساب يا رب العالمين. ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തുകൾ കടന്നു വരുന്നു. ഹാദിഹി ഉമ്മതുക യാ റസൂലല്ലാഹ്, നബിയേ ഇത് അങ്ങയുടെ ഉമ്മത്തികളാണ്. ومعهم 70,000 يدخلون الجنة بغير حساب ولا عذاب. ആ വരുന്ന സംഘത്തിന്റെ കൂടെ 70,000 വിശ്വാസികളുണ്ട്. ആ വിശ്വാസികൾ ഒരു അദാബോ ഒരു വിചാരണയോ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നവർ ആ വലിയ സംഘത്തിലുണ്ട് നബിയേ എന്ന് ഹബീബിനോട് പറയപ്പെട്ടു. ഇത് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ വീട്ടിലേക്ക് കയറിപ്പോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കയറിപ്പോയപ്പോ സ്വഹാബിമാർക്ക് ആകാംക്ഷയായി, ആരായിരിക്കും ഈ 70,000 ആളുകൾ? അവർ ചർച്ച ചെയ്യാൻ തുടങ്ങി. ആരായിരിക്കും ഈ 70,000 ആളുകൾ? അവർ പറഞ്ഞു, ഫലഅല്ലഹുമുല്ലദീന സുഹിബു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാരായിരിക്കണം അവർ. സ്വഹാബിമാരുടെ എണ്ണം 70,000-ലും കൂടുതലാണ്. ഹജ്ജിൽ മാത്രം പുണ്യനബിയുടെ കൂടെ 1,24,000 സ്വഹാബിമാർ പങ്കെടുത്തു എന്നാണ് ചരിത്രം. ചില റിവായത്തുകളിൽ 1,23,000, പക്ഷേ ചില റിവായത്തുകളിൽ അഹ്ലുസ്സിയർ ഉദ്ധരിച്ചത് 1,24,000 സ്വഹാബിമാർ. അതിലൊരു ഹിക്മത്തുണ്ട്. അള്ളാഹു ലോകത്ത് നിയോഗിച്ച അംബിയാഇന്റെ എണ്ണമാണത് 1,24,000. അത്ര സ്വഹാബിമാർ ഒരു നബിക്ക് ഒരു സ്വഹാബി എന്ന രീതിയിൽ അഷ്റഫുൽ ഖൽഖിന് അള്ളാഹു സ്വഹാബത്തിന് കൊടുത്തു എന്നാണ് ഇതിന്റെ അർത്ഥം. മാഷാ അല്ലാഹ്, 1,24,000 സ്വഹാബിമാർ. ചില സ്വഹാബിമാര് പറഞ്ഞു, ഫലഅല്ലഹുമുല്ലദീന ഉലിദൂ ഫിൽ ഇസ്ലാമി ഫലം യുശ്രികൂ ബില്ലാഹി ശൈആ. നമ്മളെല്ലാം, നമ്മുടെ ഉപ്പമാര് ബിംബാരാധകരായിരുന്നു, നമ്മളും പൂജ ചെയ്തവരാണ്, ബിംബാരാധന ചെയ്തു പോയിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഇസ്ലാമിൽ ജനിച്ച് ഒരു ശിർക്കും ചെയ്യാതെ ജീവിച്ച് മരിച്ചു പോകുന്ന 70,000 ആളുകളെ കുറിച്ചായിരിക്കണം ആ പറയുന്നത്. അങ്ങനെ അവര് പല ചർച്ചയും ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവരുടെ മുമ്പിലേക്ക് വരുന്നു. ഫഖറജ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തങ്ങൾ അവരിലേക്ക് കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞു, നബിയേ അങ്ങയുടെ ഉമ്മത്തികളെ സംബന്ധിച്ച് പറയുകയും അവരിൽ 70,000 ആളുകളുണ്ടെന്ന് പറയുകയും അങ്ങ് പറഞ്ഞു പോയപ്പോ ആരായിരിക്കും വിചാരണയില്ലാതെ ഒരു ശിക്ഷയുമില്ലാതെ നേർക്കുനേരെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന 70,000 ആരാണെന്ന് നബിയെ ഞങ്ങൾ ചർച്ച ചെയ്തു. അവരുടെ ചർച്ചയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ലോകത്തിന്റെ ഗുരു നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് തിരുത്തി കൊടുത്തു. ആരാണവർ? ഹുമുല്ലദീന ലാ യസ്തർഖൂൻ വലാ യഖ്തഊൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവരാരാണെന്നറിയുമോ? ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, റുഖിയ ചെയ്യണം എന്ന് ആവശ്യപ്പെടാതെ തവക്കുലാക്കുന്ന ആളുകളാണവർ. ഇസ്തർഖ എന്ന് പറഞ്ഞാൽ ഇസ്തഗ്ഫറ. അറബി വ്യാകരണ ശാസ്ത്ര പ്രകാരം അലിഫും സീനും താഉം ഒരു ഫിഅലിന്റെ കൂടെ വരുമ്പോ, ചേർന്ന് വരുമ്പോ ത്വലബ് യുഫീദു മഅന ത്വലബ്, ആവശ്യപ്പെടുക എന്നർത്ഥം വരും. ഇസ്തഗ്ഫറ റബ്ബഹു ഫഅനാബ്, അല്ലാഹുവിനോട് മഗ്ഫിറത്തിനെ ആവശ്യപ്പെട്ടു. ഇസ്തഗ്ഫറ, ഇസ്തഫ്സറ, വ്യാഖ്യാനം ആവശ്യപ്പെട്ടു. ഇസ്തർഖാ, റുഖിയ ചെയ്തു തരണേ, എനിക്കൊന്ന് റുഖിയ ചെയ്തു തരൂ എന്ന് ആവശ്യപ്പെടാത്ത ആളുകൾ.
റുഖിയ ചെയ്യുന്നതിന് കുഴപ്പമില്ല, സുന്നത്താണ്, കൂലിയുള്ളതാണ്. പക്ഷേ ഈമാനിന്റെ കനം കൊണ്ട് അത്തരം ആളുകൾ റുഖിയ ചെയ്യാൻ അവരാവശ്യപ്പെടാതെ അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്നവരാണ്. എന്താണ് അതിന്റെ മഅനയെന്ന് നമുക്ക് വഴി ചർച്ച ചെയ്യാം. ഹുമുല്ലദീന ലാ യസ്തർഖൂന വലാ യക്തവൂൻ. ഇഖ്തവ എന്ന് പറയുന്നത് ചൂട് വെച്ചുകൊണ്ട് ചികിത്സിക്കുന്ന ഒരു രീതിയാണ്. പണ്ടൊക്കെ തീ കൊണ്ട് അല്ലെങ്കിൽ ചൂടാക്കിയിട്ട് ശരീരം കരിച്ചു കളയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. സ്കിന്നങ്ങ് കരിഞ്ഞു പോകും. ഇന്നത്തെ റേഡിയേഷൻ പോലെ അല്ലാതെ ഇന്നത്തേത് അൽ ഖയ്യുൽ ബാരിദ് എന്ന് പറയാം, തണുത്ത കൈയാണ്. കൈ എന്ന് പറഞ്ഞാൽ ചൂടാക്കുക എന്നാണ്. നമ്മുടെ മലയാളത്തിലെ കൈയല്ലേ, അറബിയിലെ കൈ, അൽ ഖയ്യു ബിന്നാർ, തീ കൊണ്ട് ചൂടാക്കുന്ന ഒരു ചികിത്സക്കാണിത് പറയാം. റേഡിയേഷൻ അങ്ങനെയാണോ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞത്. അങ്ങനെയല്ല, റേഡിയേഷൻ ആ കാറ്റഗറിയിൽ വരുന്നത്. കാരണം ശരീരത്തിൽ അടയാളങ്ങൾ പതിഞ്ഞ് ശരീരം വൃത്തികേടാകുന്ന ഇസ്തംഫിറു മിൻഹുന്നാസ്, മനുഷ്യർ സ്വാഭാവികമായും വേണ്ടെന്ന് വെക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. തങ്ങളത് അനുവദിച്ചതാണ്, അത് ജായിസാണ്. പക്ഷെ തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല, തങ്ങളത് ജായിസാണെന്ന് പറഞ്ഞതാണ്. അത് ചെയ്യാത്തവരാണ് വലാ യതതയ്യറൂൻ, പക്ഷിലക്ഷണമോ ശകുനമോ നോക്കാത്തവരാണവർ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ചെയ്യേണ്ട എല്ലാ അസ്ബാബുകളും ചെയ്തതിന് ശേഷം അല്ലാഹുവേ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിച്ചു റബ്ബേ എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്ന മുഅ്മിനീങ്ങളാണ് ഈ 70,000 ആളുകൾ എന്ന് പറയുന്നത്. അവർ സ്വഹാബികളിലുണ്ട്, താബിഈങ്ങളിലുണ്ട്, താബിഈങ്ങളിലുണ്ട്, ലോകാവസാനം വരാൻ പോകുന്നവരിലും ഈ ഹിസാബില്ലാത്ത ആളുകളുണ്ടെന്ന് നബി തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഉകാശത്ത് ബിനു മിഹ്സൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. ഉകാശത്ത് ബിനു മിഹ്സൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഉദ്ഉല്ലാഹ യജഅലനീ മിൻഹും. നബിയേ, ആ 70,000-ൽ എന്നെയും പെടുത്താൻ അല്ലാഹുവിനോട് അങ്ങൊന്ന് ദുആ ചെയ്യണമേ. ഖാല അൻത മിൻഹും. തവക്കുല് കൊണ്ട് അല്ലാഹുവിലേക്ക് മനസ്സ് കൊടുത്ത് ഭരമേൽപ്പിക്കുന്ന സുഹാബിയാണെന്ന് നബി തങ്ങൾക്ക് ബോധിച്ചത് കൊണ്ട് തന്നെ തങ്ങൾ പറഞ്ഞു, അൻത മിൻഹും, നിങ്ങൾ അവരിൽ പെട്ടവരാണ്. ഉകാശ, നിങ്ങൾക്ക് ആ സൗഭാഗ്യമുണ്ട്. ഇത് പറഞ്ഞപ്പോ വേറെ ഒരാൾ പറഞ്ഞു, നബിയേ, ഉദ്ഉല്ലാഹ യജഅലനീ മിൻഹും, എന്നെയും ആ കൂട്ടത്തിൽ പെടുത്താൻ ദുആ ചെയ്യണേ. ഹബീബാ നബി തങ്ങൾ അയാൾക്ക് മറുപടി കൊടുത്തത്, സബഖക ബിഹാ ഉകാശ, നിങ്ങൾക്ക് മുമ്പേ ഉകാശ അത് കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയാൻ കാരണമുണ്ടായിരിക്കാം. ഒന്നുകിൽ ആ മനുഷ്യനത് അർഹിക്കാത്ത ആളായിരിക്കാം. അർഹിക്കാത്ത ആളോട് അർഹിക്കുമെന്ന് തങ്ങൾക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് സബഖക ബിഹാ ഉകാശ എന്ന് തങ്ങൾ പറഞ്ഞതെന്നതിന് ഏറ്റവും മനോഹരമായ ഒരു വ്യാഖ്യാനമുണ്ട്. നബി തങ്ങൾ എങ്ങാനും നിങ്ങൾക്കതുണ്ട് എന്ന് പറയുകയും ആ സദസ്സിലിരിക്കുന്ന ആളുകൾ ഓരോരുത്തരും എനിക്ക് വേണം നബി, എനിക്ക് വേണം, എന്നെയും അതിൽ പെടുത്തണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ അനുയായികളോട് നിങ്ങളില്ലെന്നോ നിങ്ങളെ പറ്റില്ലെന്നോ നിങ്ങളതിന് കൊള്ളില്ലെന്നോ പറയാൻ ഹബീബിന് പറയാൻ കഴിയില്ല. അവരെയൊക്കെ നബി തങ്ങൾക്ക് ഉൾപ്പെടുത്തേണ്ടി വരികയും ചെയ്താൽ പിൽക്കാലത്ത് വരാൻ പോകുന്ന മുഅ്മിനീങ്ങൾക്കൊരു നിരാശ വരും. 70,000 ആളുകൾ ഹബീബിന്റെ കാലത്ത് തന്നെ തികഞ്ഞു കാണും. ആ കോട്ട തീർന്നു കാണും. ഇനി ഞങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഞങ്ങളുടെ ചാൻസ് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പിൻഗാമികൾക്ക് തോന്നാതിരിക്കാനാണത്രേ ഹബീബാ നബി തങ്ങൾ നിങ്ങൾക്ക് മുമ്പ് ഉകാശത് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ആ ബാബ് വാതിലവിടെ അടച്ചു വെച്ചു, തങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കാൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ കരുണയാണ് ഹബീബ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നൂറ്റാണ്ടുകൾക്ക് ശേഷം വരാൻ പോകുന്ന മുഅ്മിനുകൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞങ്ങൾക്കും 70,000-ൽ ഒരിടം കിട്ടാൻ അവസരമുണ്ട് എന്ന് പ്രതീക്ഷ നൽകാൻ വേണ്ടി ഹബീബാ നബി തങ്ങൾ ഉകാശ റളിയല്ലാഹു അൻഹുവിനോട് മാത്രം അത് നൽകി. നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരാൾക്കും ഇനി ചോദിക്കാൻ അവസരമില്ലാത്ത വിധം ആ വാതിൽ നബി തങ്ങൾ കൊട്ടിയടച്ചു അവരുടെ മുമ്പിൽ. സബഖക ബിഹാ ഉകാശ, നിങ്ങളുടെ മുമ്പിൽ ഉകാശ അത് കൊണ്ടുപോയല്ലോ.
ഈ ഹദീസ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ എന്നവർ പറയുന്നത് എന്തിനാണ്? നേരത്തെ പറഞ്ഞ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ അസ്-സുലമി തേള് കുത്തിയപ്പോൾ മഹാനവറുകൾ ഉറങ്ങാതെ പാതിരാത്രി ഉണർന്നു നിൽക്കുകയും ആകാശത്തേക്ക് നോക്കുകയും ആ നക്ഷത്രം മുതിർന്നു വീഴുകയും കണ്ട അനുഭവം പറഞ്ഞപ്പോഴേ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ റുഖിയ ചെയ്തു. ആ റുഖിയ ചെയ്തത് നല്ലത് തന്നെ. അഹ്സന മൻ തഹാ ഇലാ മാ സമിഅ, നിങ്ങൾ കേട്ടതനുസരിച്ച് ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹമത്തിൻ എന്ന് പറഞ്ഞ ഹദീസ് അനുസരിച്ച് നിങ്ങളാ ചെയ്തത് ശരി തന്നെയാണ്. എന്നാൽ റുഖിയ പോലും വേണ്ടെന്ന് വെച്ച് അല്ലാഹുവിന് വേണ്ടി പരിപൂർണമായ തവക്കുൽ ചെയ്യുന്ന ചില മഹാന്മാർ 70,000 ആളുകളുണ്ട്. അവരിൽ അല്ലാഹു ഒരാളോടും വിചാരണ പോലും ചെയ്യാതെ സ്വർഗം നൽകുമെന്ന് പറഞ്ഞ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ആ റുഖിയ പോലും ചെയ്യാതെ നിങ്ങൾക്ക് തവക്കുലാക്കാമായിരുന്നില്ലേ? മഹാനവറുകളോട് ഹുസൈൻ എന്നിവരോട് ചോദിക്കുകയാണ്, അങ്ങനെയായിരുന്നെങ്കിൽ ആ 70,000-ൽ പെടാനുള്ള ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകുമായിരുന്നല്ലോ. റുഖിയ ചെയ്യരുത് എന്നല്ല ഇത് പറഞ്ഞതിന്റെ അർത്ഥം, അതല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. റുഖിയ ചെയ്യണം, അത് സുന്നത്താണ്. തങ്ങൾ ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റുഖിയ വന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ജിബ്രീൽ തങ്ങൾ നബി തങ്ങൾക്ക് റുഖിയ ചെയ്തു കൊടുത്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴേ? പരിശുദ്ധമായ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും 2 സൂറകൾ ഇറങ്ങാൻ കാരണമായ സംഭവം പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചു. മഹാന്മാരായ മുഫസ്സിറുകൾ ഈ 2 സൂറകളുടെയും തഫ്സീറുകളിൽ ഒരുപാട് റിവായത്തുകളിൽ സ്വഹീഹായ സനദുകളിൽ തന്നെ ഈ സംഭവം ഉദ്ധരിക്കുകയും ചെയ്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെയാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. മഹദി പറയാണ്, എൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങളോളം ക്ഷീണിച്ച് തളർന്ന് കിടക്കുന്ന പോലെ എനിക്ക് തോന്നി. പുണ്യനബി തങ്ങൾക്ക് ക്ഷീണം വന്നതുപോലെ തങ്ങൾ അസുഖബാധിതനായി തങ്ങൾ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്നാൽ എൻ്റെ ഹബീബിനൊരു അസുഖവുമില്ലായിരുന്നു. തങ്ങൾക്ക് അസുഖമുണ്ട്. തങ്ങൾ വിചാരിക്കുന്നു അവിടുത്തെ ഭാര്യമാരുടെ അരികത്ത് തങ്ങൾ പോയെന്നും അവരുടെ കൂടെ നബി തങ്ങൾ കിടന്നുവെന്നും തങ്ങൾക്ക് തോന്നുന്നു. പക്ഷേ തങ്ങൾ രോഗശയ്യയിൽ കിടപ്പാണ്. തങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, തങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല. ഹബീബാ നബി തങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നബിയേ എന്ത് സംഭവിച്ചു? നബിയേ അങ്ങേക്ക് എന്ത് സംഭവിച്ചു? ഒന്നുമില്ല ആയിഷ, ഒന്നുമില്ല. തങ്ങൾ അങ്ങനെ മറുപടി പറയും. അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ആയിഷ ഖദ് അഖ്ബറനി റബ്ബി ഫീമസ്തഫ്തൈതീനി, ഏതൊരു വിഷയത്തിലാണോ നിങ്ങൾ എന്നോട് വിശദീകരണം ചോദിച്ചത്, എന്തു പറ്റി നബിയെ എന്നങ്ങ് എന്നോട് ചോദിച്ചുവല്ലോ, അതിനൊരു മറുപടി ആയിഷ അല്ലാഹു എനിക്കിന്ന് കാണിച്ചു തന്നു. എന്താ നബിയെ, എന്താണ് അങ്ങേക്ക് സംഭവിച്ചത്? പറഞ്ഞു, ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. 2 മലക്കുകൾ ഒരു മലക്കന്റെ തലയുടെ ഭാഗത്തും മറ്റൊരു മലക്കന്റെ കാലിന്റെ ഭാഗത്തും വന്നിരുന്നു. അങ്ങനെ കാലിന്റെ ഭാഗത്തുള്ള മലക്ക് തലയുടെ ഭാഗത്തിരിക്കുന്ന മലക്കിനോട് ചോദിക്കുന്നു, മാ ബാലു ഹാദർ റജുൽ, ഈ മഹാനായ അഷ്റഫുൽ ഖൽഖിന് എന്താണ് സംഭവിച്ചത്? തലയുടെ ഭാഗത്തിരിക്കുന്ന മലക്ക് മറുപടി പറയുന്നു. ഇത് തങ്ങൾ കേൾക്കുകയാണ് സ്വപ്നത്തിൽ. നബി തങ്ങൾക്കാരോ മാരണം ചെയ്തിട്ടുണ്ട്, സിഹ്ർ ചെയ്തിട്ടുണ്ട്. സിഹ്ർ എന്ന് പറയുന്നത് പിശാചിനെ ആരാധിക്കുകയോ പിശാചിനെ പൂജിക്കുകയോ ചെയ്യുന്ന ആളുകൾ പിശാചിന്റെ സേവ ഉപയോഗിച്ച് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ ചെയ്യുന്ന പണിക്കാണ് സിഹ്ർ എന്ന് പറയുന്നത്. വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ്. അത് പഠിക്കുന്നതോ അത് ചെയ്യുന്നതോ അത് ചെയ്യിപ്പിക്കുന്നതോ അതിന് കാശ് കൊടുക്കുന്നതോ അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നതോ എല്ലാം ഹറാം, എല്ലാം ഹറാം. അത്ര വലിയ കുറ്റമാണ്. ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനാണിത് ചെയ്യുക. വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ ഉമ്മത്തിൽ ലോക അടിസ്ഥാനത്തിൽ തന്നെ സിഹർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിശാചിന്റെ സേവ.
നമ്മുടെ പെണ്ണുങ്ങൾ പർദ്ദ ധരിച്ചിട്ട് പോലും സിഹർ ചെയ്യപ്പെടുന്ന ആളുകളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇസ്ലാമേതര ആരാധനാലയങ്ങളിലേക്ക് പൂജകൾ ചെയ്യുന്നിടത്തേക്ക് നമ്മുടെ പെണ്ണുങ്ങൾ പോയിട്ട് മാരണം ചെയ്തു കൊണ്ടുവരുന്നുണ്ട് എന്നത് സത്യമാണ്. അല്ലാഹുവിനെ പേടിച്ചോളൂ പെണ്ണുങ്ങളെ, പടച്ചവനെ പേടിച്ചോളൂ. അല്ലാഹുവിനെ കൂടാതെ പടച്ച തമ്പുരാന്റെ സംവിധാനത്തിൽ നിന്ന് മറികടക്കുകയും പിശാചിനെ സേവിക്കുകയും പിശാചിനെ പൂജിക്കുകയും ചെയ്ത് ആണിയടിച്ചുകൊണ്ടോ കെട്ടിട്ടുകൊണ്ടോ ജപിച്ചുകൊണ്ടോ മന്ത്രം ചൊല്ലിയിട്ടോ ആളുകളെ ഉപദ്രവിക്കാൻ ചെയ്യുന്ന പരിപാടി ഒരു മുസ്ലിം പേരുള്ള ഒരാൾ ചെയ്താൽ പോലും അമുസ്ലിമായ ആൾ ചെയ്താലും ആര് ചെയ്താലും അവരെ സമീപിക്കുന്നതോ ചെയ്യിക്കുന്നതോ ചെയ്യുന്നതോ വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ്. വെറും ഒരു കബീറത്തല്ല, വൻപാപങ്ങളിലെ വൻപാപമാണ്. അക്ബറുൽ കബായിറിൽ പുണ്യനിബിധങ്ങൾ ഉൾപ്പെടുത്തിയ വൻപാപമാണത്. എങ്ങനെയാണ് അതൊക്കെ പൊറുക്കപ്പെടുക? എത്ര പ്രയാസമുണ്ടാക്കും ആളുകൾക്ക്. ചെയ്യരുത്. എന്തിനാണ് ഈ അസൂയ പടച്ചവനെ? ആരോടാണ് ഈ അസൂയ? കുടുംബം തെറ്റിക്കാന്, ഇറങ്ങി ഓടാന്, വീട് നശിച്ചു പോകാന്, സാമ്പത്തികമായി തകരാന് എന്നൊക്കെ ലക്ഷീകരിച്ച് അല്ലാഹു കൊടുത്തൊരു ഖലാഇനെ വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ഒരു സിഹർ സംഭവിച്ചാൽ പോലും അതിന്റെ ഉപദ്രവം സംഭവിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം വേണം. അള്ളാഹ് തീരുമാനിക്കാതെ ഒരു പിശാചിനും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ അത്തരം തിന്മകൾ ചെയ്യുന്നതോ ചെയ്യിപ്പിക്കുന്നതോ സഹായിക്കുന്നതോ അതിന് പോകുന്നതോ അവിടെ പോയി സമയം ചെലവഴിക്കുന്നതോ എല്ലാം ഇസ്ലാമിന് വിരുദ്ധമാണ്, ചെയ്യാൻ പാടുള്ളതല്ല. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞുപോയ തെറ്റുകളെല്ലാം അല്ലാഹു നമുക്ക് മാപ്പ് തരട്ടെ, അല്ലാഹു പുറത്തു തരട്ടെ. ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതേ. തൗബ ചെയ്ത് മടങ്ങണമേ. അല്ലാഹുവിന്റെ റസൂലിനെ നശിപ്പിക്കാൻ, തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അന്നത്തെ ജൂതന്മാർ ഒരുപാട് പ്രവർത്തികൾ ചെയ്ത് ആ പ്രവർത്തികളൊന്നും വിജയിക്കാതെ വന്നപ്പോ അവസാനം അവർ ഉപയോഗിച്ച വഴിയാണത്. 11 തവണ ഹബീബിനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. 11 തവണ 11 മർഡർ അറ്റംപ്റ്റുകൾ അള്ളാഹുവിന്റെ ഹബീബ് സർവൈവ് ചെയ്തതാണ്. 11 വധശ്രമങ്ങൾ നബി തങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. 11 തവണ. അതിലവസാനത്തേതാണ് ലബീദ് ഇബ്നു അസ്സം എന്ന് പറയുന്ന ബനൂ സുറൈഖ് എന്ന് പറയുന്ന ജൂത കുടുംബത്തിൽപ്പെട്ട ഖലീഫ് ബനി സുറൈഖിൽപ്പെട്ട ലബീദ് എന്ന് പറയുന്ന മനുഷ്യൻ. അയാൾ ജൂതനായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനെതിരെ പുണ്യനബി തങ്ങളെ തളർത്താനും ഇല്ലായ്മ ചെയ്യാനും അയാൾ ചെയ്ത പണിയായിരുന്നു ഈ സിഹർ എന്ന് പുണ്യനബി തങ്ങൾക്ക് അള്ളാഹു വിവരം കൊടുത്തു. ആയിഷ, നിങ്ങൾ എന്താണോ എന്നോട് ചോദിച്ചിരുന്നത് അതിന് മറുപടി അള്ളാഹു നൽകിയിട്ടുണ്ട് ആയിഷ എന്ന് പറഞ്ഞ് ഹബീബ് പറയാൻ തുടങ്ങി. എന്റെ കാലിന്റെ ഭാഗത്തിരിക്കുന്ന മലക്ക് ചോദിച്ചു, മാ ബാലു ഹാദർ റജുൽ, എന്താണ് ഇവർക്ക് സംഭവിച്ചത്? തലഭാഗത്തെ മലക്ക് മറുപടി പറയുന്നു, മത്ബൂബ്. മത്ബൂബ് എന്ന് പറഞ്ഞാൽ മസ്ഹൂർ, സിഹർ സംഭവിച്ചിട്ടുണ്ട്. വമൻ തബ്ബഹു, ആരാണത് ചെയ്തത്? പേര് പറഞ്ഞു കൊടുത്തു. ലബീദ് ഇബ്നു അസ്സം ഖലീഫ് ബനി സുറൈഖ്. ബനൂ സുറൈഖ് ഗോത്രക്കാരുടെ അലയൻസിൽപ്പെട്ട ലബീദ് ഇബ്നു അസ്സമാണത് ചെയ്തത്. ബിമ തബ്ബഹു, എന്തുപയോഗിച്ചിട്ടാണ് ചെയ്തത്? ഖാല ബിമുഷ്തിഹി വമുശാഖത്തി റഅസിഹി, നബി തങ്ങളുടെ തലമുടി ചീകി വെക്കാൻ ഉപയോഗിക്കുന്ന ചീർപ്പിന്റെ പല്ലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തത്. വഅൈന ഹുവ, എവിടെയാണത്? ഖാല, ആ മലക്ക് മറുപടി പറഞ്ഞു, ഫീ ബിഇരി ബനീ ദർവാൻ, ബനൂ ദർവാൻ ഗോത്രക്കാരുടെ ഈത്തപ്പന തോട്ടത്തിലെ ഒരു പൊട്ട കിണറുണ്ടല്ലോ, ആ കിണറിൽ കൊണ്ടുപോയി തഹ്ത റാഊഫത്തിൻ, ഒരു വലിയ പാറക്കല്ലിന്റെ താഴെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, കെട്ടുകളിട്ടിട്ട്. പുണ്യനബി തങ്ങൾ എഴുന്നേറ്റു, സ്വപ്നം കണ്ടുകൊണ്ട് എഴുന്നേറ്റു. ഉടനെ വിളിച്ചു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ. രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങൾ പോകണം, ബനൂ ദർവാൻ ഗോത്രത്തിന്റെ ആ തോട്ടത്തിൽ പോവണം. അവിടെ ഒരു കിണർ കാണും. മദീനയിൽ നിന്ന് ദൂരെയാണത്, ഖൈബറിലേക്കുള്ള വഴിയാണ്. ദൂരം പോകാനുണ്ട്, കിലോമീറ്ററുകൾ യാത്ര ചെയ്യാനുണ്ട്. അവിടെ ചെല്ലണം. അവിടെ നിങ്ങൾ കിണറ്റിൽ വെള്ളം നിങ്ങൾ കോരി ഒഴിവാക്കി അതിന്റെ താഴെ ഒരു വലിയ പാറക്കല്ല് കാണും, പരന്ന ഒരു പാറക്കല്ല്.
അത് പൊക്കിയെടുക്കാൻ കഴിയും. അതിൻ്റെ താഴെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണാൻ കഴിയും. അതെടുത്ത് പുറത്തു കൊണ്ടുവരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം അല്ലാഹു നൽകിയത് ഈ ഉമ്മത്തിന്. നമുക്ക് ഇങ്ങനെ ഒരു പ്രയാസം വന്നാൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്, എന്താണ് ചികിത്സിക്കേണ്ടത്, എന്തു ചെയ്യണം എന്ന് പറയാൻ അല്ലാഹു പഠിപ്പിച്ചു തരുന്നൊരു രീതിയാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവത്തിന് സാക്ഷിയാണ്. തങ്ങളും കൂടെയുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ബനൂ ദർവാൻ ഗോത്രക്കാരുടെ തോട്ടത്തിലേക്ക് കയറി ചെന്നപ്പോ ആ ഈത്തപ്പനയുടെ തലകൾ കണ്ടപ്പോ പിശാചുക്കളുടെ തല നിൽക്കുന്ന പോലെ ആ ഈത്തപ്പന തോട്ടത്തിന് എന്തോ ഒരു ഖനീഭവിച്ച ഭീകരമായൊരു രൂപം. ആ വെള്ളം ഞങ്ങൾ നോക്കുമ്പോൾ മൈലാഞ്ച് കലക്കിയതുപോലെ തങ്ങൾക്ക് ചെയ്ത സിഹറിന്റെ മാരണത്തിന്റെ കനം കൊണ്ട് ആ വെള്ളം പോലും മൈലാഞ്ച് കലക്കിയതുപോലെ നിറം മാറിയിരിക്കുന്നു. മഹാനായ അലി തങ്ങളും അമ്മാർ എന്നവരും അതിലേക്ക് ഇറങ്ങി ആ വെള്ളം മുഴുവനും തേകി ഒഴിച്ചു കളഞ്ഞു. ആ പറഞ്ഞ പോലെ റാഊഫ എന്ന് പറയുന്ന പാറക്കല്ല് കിട്ടി. അതിന്റെ താഴെ നോക്കുമ്പോൾ പുണ്യനബി തങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഈത്തപ്പഴത്തിന്റെ കുല. ആ കുല, ഈത്തപ്പഴം പറിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചൂല് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മാറുമല്ലോ, അത് തെങ്ങിൻ കുല പോലെ. അങ്ങനെ ഒരു ഈത്തപ്പഴ കുല അത് കയറ് വെച്ച് കെട്ടിയിട്ട് അതിലൊക്കെ ഓരോ കെട്ടിലും 11 കെട്ടുകളുണ്ടായിരുന്നു. ഓരോന്നിലും ആണിയടിച്ച് ഹബീബാ നബി തങ്ങൾക്ക് സിഹ്ർ ചെയ്ത സാധനം കയ്യിൽ കിട്ടി. റസൂലുള്ളാഹി തങ്ങളുടെ അരികത്തേക്ക് അവർ അത് കൊണ്ടുവന്നു. അലി റളിയല്ലാഹു അൻഹു വനസല അൽ-അമീനു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ഹബീബാ നബി തങ്ങൾ കിടക്കുകയാണ് അവിടെ. പുണ്യനബിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ജിബ്രീൽ തങ്ങൾ മന്ത്രിച്ച് ഊതി കൊടുത്തു, റുഖ്യ ചെയ്തു. ഇത് സ്വഹീഹായ സംഭവമാണ്. ഇത് കള്ള കഥയാണെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പറ്റുന്നതല്ല. തഫ്സീറുകൾ മുഴുവനും ഉമ്മഹാത്തു തഫാസീർ, ഇമാം ഖുർത്തുബി, തൊബരി, ഇബ്നു കസീർ അടക്കം, റാസി ഇമാമിന്റെ തഫ്സീർ അടക്കം, തഫ്സീറുൽ കബീർ അടക്കം ഉമ്മഹാത്തു തഫാസീറുകളിൽ മുഴുവൻ രേഖപ്പെട്ട് കിടക്കുന്ന എത്രയോ റിവായത്തുകൾ. തൊബരി ഇമാം എത്ര റിവായത്താ ഉദ്ധരിച്ചത്. അങ്ങനത്തെ പ്രബലമായൊരു സംഭവം. ഇതിനെ നിഷേധിക്കുന്നവർക്കെതിരെ കിതാബ് എഴുതിയ ഇമാമിങ്ങളുണ്ട്. ഈ സംഭവം കള്ളക്കഥയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് നമ്മുടെ മലയാളത്തിലുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് കള്ളക്കഥയാണ്, എന്താ മായാവിയോ ഡിങ്കൻ കഥ, ഇതൊക്കെ പറയാം. ഹദീസിലും സനദിലും റിവായത്തുകളിലും രേഖപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളെ ഒരു മുസ്ലിം നിഷേധിക്കാൻ പറ്റുമോ? അത് ഉള്ളതല്ലേ, അത് വിശ്വസിക്കുന്നവനല്ലേ മുഅ്മിൻ. അവരോടല്ലേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ, അല്ലാത്തവരോട് വർത്താനമില്ലല്ലോ. അവരുടെ പാട്ടിന് പൊയ്ക്കോട്ടെ. ഇത് മുഅ്മിനീങ്ങൾ കേൾക്കേണ്ട കാര്യമാണ്. ഹബീബാ നബി തങ്ങളുടെ മുമ്പിൽ ജിബ്രീൽ തങ്ങൾ ഇറങ്ങി വന്നു. തങ്ങളുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുദീക മിൻ ശർരി ഹാസിദിൻ വഐനിൻ അല്ലാഹു യശ്ഫീക്. മഹാനവറുകൾ 11 തവണ നബി തങ്ങൾക്ക് വേണ്ടി ഊതിക്കൊടുത്തു. അത് റുഖ്യയാണ്. ജിബ്രീൽ തങ്ങൾ മഹാനായ അഷ്റഫ് ഖൽഖ് തങ്ങൾക്ക് മന്ത്രിച്ചൂതി കൊടുത്ത റുഖ്യയാണത്. ബിസ്മില്ലാഹി അർഖീക്, അല്ലാഹുവിന്റെ ഇസ്മ കൊണ്ട് നബിയെ അങ്ങേക്ക് ഞാൻ റുഖ്യ ചെയ്തു തരുന്നു. റുഖ്യ എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക. എന്തേ മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ മെല്ലെ പറയാന്നാ. എന്ത് മെല്ലെ പറയാ? ഖുർആനും ആയത്തും ദുആയും മെല്ലെ പറയാ. അതിനെ മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രിച്ച് ഊതുക, മെല്ലെ ഊതിയിട്ട് ഉറക്കം മയക്കി വെച്ചിട്ടൊന്നല്ല അത് ചെയ്യുക. അത് രോഗിയെ അടുത്ത് വിളിച്ചിട്ടല്ലേ ചെയ്യുള്ളൂ. അതിനാണ് ഈ മന്ത്രിക്കുക. മന്ത്രി ഒഴിവാക്കി വേറെ മുഖ്യമന്ത്രിയാക്കാന്ന് എന്തെങ്കിലും പേരിടാൻ പറ്റുമെങ്കിൽ ആയിക്കോ, അതാണ് പ്രശ്നമെങ്കിൽ മെല്ലെ പറയാന്നതിന് ഉദ്ദേശമുള്ളൂ. മെല്ലെ പറയാന്നതിന് ഉദ്ദേശമുള്ളൂ. റുഖ്യ ചെയ്യുക. ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുദീക്. നബിയെ അങ്ങയെ പ്രയാസപ്പെടുത്തുന്ന എല്ലാറ്റിൽ നിന്നും അല്ലാഹു നിങ്ങൾക്ക് കാവൽ തരട്ടെ. മിൻ ശർരി ഹാസിദിൻ വഐനിൻ, കണ്ണേറിൽ നിന്ന് അസൂയക്കാരിൽ നിന്ന് അല്ലാഹു കാവൽ തരട്ടെ. അല്ലാഹു യശ്ഫീക്, അല്ലാഹു നിങ്ങൾക്ക് ശിഫ തരട്ടെ. നബിയെ 11 തവണയാ ഓതി കൊടുത്തത് ജിബ്രീൽ തങ്ങൾ അലൈഹിസ്സലാത്തു വസ്സലാം. അതങ്ങ് തീർന്നപ്പോഴേക്കും അതാ ഓതുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എത്ര കെട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്? എത്ര? 11. ഇനി എണ്ണി നോക്കുക.
ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഈ രണ്ട് സൂറയിലും കൂടി 11 ആയത്തുകളാണ്. തങ്ങൾ ഓതാൻ തുടങ്ങി, ജിബ്രീൽ അലൈഹിസ്സലാം ഓതാൻ തുടങ്ങി തങ്ങളുടെ മേൽ ആ സൂറത്ത് അവതരിക്കാനുണ്ടായ കാരണം ഈ സംഭവമാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പറയുക നബിയേ, ആരാണോ സസ്യലതാദികളെ, വിളകളെ, മണ്ണ് മറനീക്കി മണ്ണിനെ പിളർത്തിയിട്ട് ആരാണോ മുളകൾ, ആരാണോ ചെടികൾ മുളപ്പിക്കുന്നത്, ആ റബ്ബിൽ കാവൽ ചോദിക്കുന്നു. ഒരർത്ഥം കൂടെയുണ്ട്, ആരാണോ രാത്രിയുടെ ഇരുട്ടിനെ മുഴുവനും മറനീക്കി പ്രകാശവുമായി പ്രഭാതത്തിന്റെ നേർവെളിച്ചവുമായി കൊണ്ടുവരുന്ന പ്രഭാതത്തിന്റെ ഉടമസ്ഥനേതോ ആ റബ്ബിൽ കാവൽ ചോദിക്കുന്നു എന്ന് പറയൂ നബിയേ. ഇരുട്ട് ഒരു പ്രയാസം പോലെ അല്ലേ? നമ്മളിപ്പോ ഈ ഇരുട്ടത്തിരിക്കുന്ന പോലെ രാവിലെ ഇതൊരു നട്ടുച്ച നേരത്താന്ന് ആലോചിച്ച് നോക്കി, ഒരു വേറെ ഫീലായിരിക്കും അല്ലേ? ഇതിപ്പോ പാതിരായല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വേറെ പേടിയായിരിക്കും. രാത്രിക്കൊരു ഭയമുണ്ട്, അത് ലൈറ്റ് പോയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു പേടി വരും. ചില ആൾക്കാർക്ക് ഉണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, പേടിയാണ്. അതൊരു അസുഖമാണ് ശരിക്കും, അതൊരു അസുഖമാണ്. അവർക്ക് ലൈറ്റ് ഇടാണ്ട് ഉറങ്ങാൻ പറ്റില്ല. എനിക്കറിയുന്നൊരു സുഹൃത്തുണ്ട്, അങ്ങനെ ലൈറ്റ് ഓഫാക്കാൻ പ്രയാസമാണ്, ഓഫാക്കിയാൽ പേടിയാണ്. അപ്പോൾ കൂടുതലൊരു ലൈറ്റ് കണ്ട് തന്നെ ഉറങ്ങണം, പിന്നെ അങ്ങ് ശീലമായിപ്പോയി എന്ന് പറയും. പേടിയാണ്, ചിലർക്ക് പേടിയാണ്. ചിലവരെ ഖബർ ഓർമ്മ വരും. ഖബറൊക്കെ ഓർക്കുന്നത് നല്ല കൂലിയുള്ള കാര്യമാണ്, നല്ലതാണ്. അങ്ങനെ ഇരുട്ടിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇരുട്ട് നീങ്ങിയിട്ട് വെളിച്ചം വരുന്നതിനാണ് ഫലഖ് എന്ന് പറയുന്ന. ഫലഖ് എന്ന വാക്കിന്റെ ഒരർത്ഥം അതാണ്. മറ്റൊന്ന് ഭൂമിയെ പിളർത്തിയിട്ട് മുളകൾ, ചെടികൾ മുളപ്പിക്കുന്ന അല്ലാഹു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. ഈ രണ്ട് സൂറകളുടെ മഅന ഒന്ന് നോക്കൂ, എത്ര മനോഹരമാണ്. മിൻ ശർരി മാ ഖലഖ്, അല്ലാഹുവേ നീ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടികളിൽ നിന്നുണ്ടായേക്കാൻ ഇടയുള്ള എല്ലാ ശർറിൽ നിന്നും, എല്ലാ വിപത്തുകളിൽ നിന്നും അല്ലാഹുവേ നീയാണല്ലോ വെളിച്ചം കൊണ്ടുവരുന്നത്. ഇരുട്ടി നീക്കി വെളിച്ചം കൊണ്ടുവരുന്ന പോലെ പ്രയാസം നീക്കി ആശ്വാസം കൊണ്ടുവരുന്നവനെ, ദുഃഖങ്ങൾ നീക്കി സന്തോഷം കൊണ്ടുവരുന്നവനെ, നീ സൃഷ്ടിച്ചതാണ് എല്ലാം. ജന്തുജാലങ്ങളാവട്ടെ, ജിന്നുകളാകട്ടെ, പിശാചുക്കളാകട്ടെ, നിന്റെ സൃഷ്ടികളാണ്. അൻത ആഖിദും ബിനാസിയതിഹി, നിന്റെ സൃഷ്ടികളുടെ മൂർധാവിൽ പിടിക്കാൻ കഴിയുന്നവനാണല്ലോ റബ്ബേ നീ. അതുകൊണ്ട് അല്ലാഹുവേ മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളുടെയും ഷർറിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് തന്നെ കാവൽ ചോദിക്കുന്നു റബ്ബേ. മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രി ഇരുൾ മുറ്റി വീഴുമ്പോൾ, രാത്രി ഇരുൾ മുറ്റുമ്പോൾ, ഇരുടാകുമ്പോൾ, ഇരുട്ടായി മാറുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ. രാത്രിയിൽ ഒന്ന് പിശാചുക്കൾ ഇറങ്ങി നടക്കുന്നതാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ കാണാൻ കഴിയും. പ്രകാശമുണ്ടാകുമ്പോൾ, ചൂടുണ്ടാകുമ്പോൾ അവർക്ക് പുറത്തിറങ്ങാൻ പ്രയാസം വരും. ചൂട് നീങ്ങി രാത്രിയാകുമ്പോൾ അന്തരീക്ഷം തണുക്കും, അപ്പം അവർക്ക് യഥേഷ്ടം വിഹരിക്കാൻ കഴിയും. അതുകൊണ്ട് രാത്രിയിൽ ക്രൈംസ് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. കൊള്ളടിക്കലും, തട്ടിക്കൊണ്ടുപോലും, കൊല ചെയ്യലും, തോന്നിവാസം ചെയ്യലും, ഇതൊക്കെ പകലിലേറെ നടക്കാൻ സാധ്യത കൂടുതൽ. നടക്കുന്നത് എവിടെയാ? രാത്രിയല്ലേ? രാത്രിയാണ്. അതുകൊണ്ടാണ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. ആയിഷ ബീവിയോട് നബി തങ്ങൾ കൈപിടിച്ച് പുറത്തിറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു. ചന്ദ്രനെ നോക്കിയിട്ട് പറഞ്ഞു, ആയിഷ തഅവ്വദി മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. ആയിഷ, നക്ഷത്രം കണ്ടില്ലേ? ചന്ദ്രനെ കണ്ടില്ലേ? ഈ രാവിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത്. ഇരുട്ടായി ഇരുൾമുറ്റി വീഴുന്ന ഒരു രാവ്, ആ രാത്രിയുടെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കണമേ. അതാണ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്.
പിന്നെ പറയുന്നത് നോക്കൂ, വമിൻ ശർരിൻ നഫ്ഫാഥാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരിൽ നിന്ന് കാവൽ തരണേ റബ്ബേ. കെട്ടുകളുടെ നോട്ട്സ്, KNOT, നോട്ട്, KNOT എന്നാണ് കെട്ടിടുക, നോട്ട്സ്, കെട്ടുകളുടെ, അത് സിഹ്ർ ചെയ്യുന്നവർ ചെയ്യുന്നൊരു പണിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരിൻ നഫ്ഫാഥാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന ശരീരങ്ങളിൽ നിന്ന് കാവൽ തരണമേ. അൽ അൻഫുസ് അൻ നഫ്ഫാഥാത്ത്, ഊതുന്ന പെണ്ണുങ്ങൾ എന്നും അവിടെ അർത്ഥമുണ്ട്. മുഫസ്സിരീങ്ങൾ പറയാ, ഈ പരിപാടി കൂടുതൽ ചെയ്യാൻ ആവേശം പെണ്ണുങ്ങൾക്കായിരിക്കും. അവരാണ് അവിടെ ഇന്ന ആളുണ്ടോലോടി, നീ അറിഞ്ഞോ, അവിടെ പോയ ഇങ്ങനെ ഒരാളുണ്ടോലോ, ആകെ 500 കൊടുത്താൽ മതി, നമ്മൾ ആർക്കൊക്കെ വീടൊക്കെ പൊളിഞ്ഞാണ് വീഴും. അല്ലെങ്കിൽ മക്കളൊക്കെ ജോലിക്ക് പോയവരൊക്കെ പണി പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും നാട്ടിലേക്ക്, നീ പോരുന്നോ എന്നും പറഞ്ഞ് കൈ പിടിച്ച് എങ്ങനെ പോകുന്നത്, അതാ വലിയ വിറ്റ്. പർദ്ദ നിക്കാബൊക്കെ ഇട്ടിട്ടാ പോണത്. പോകുന്നതോ അല്ലാഹുവേതര ദൈവങ്ങൾ ആരാധിക്കപ്പെടുന്ന ആരാധനാലയങ്ങളിലേക്ക്. എല്ലാവർക്കും പൈസയും കൊടുത്തിട്ട് പോരാ, പച്ച ശിർക്ക് ചെയ്തിട്ട് വലിയ കുറ്റമുള്ള വലിയൊരു അസ്യാൻ, വൻപാപങ്ങളിൽപ്പെട്ട വൻപാപം ചെയ്തിട്ടാ വരിക. എന്നിട്ട് നാട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കുക, ഞാൻ നോക്കിക്കോ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ പറയുന്നവർ, സിഹ്ർ ചെയ്യുന്നവരങ്ങനെ പറയുള്ളൂ, ഞാൻ കാണിച്ചു തരാം, ഞാൻ നോക്കിക്കോ, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന് എന്നോട് കളിച്ചാൽ എന്താണെന്ന് എനിക്ക് തിരിയും എന്ന ഭാഷ ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളും സിഹ്ർ ചെയ്യുന്നവരായിരിക്കും. അവർക്കിത് പറയാൻ കഴിയും. പേടിക്കണം. ഒരു വകയിൽ നിങ്ങൾക്ക് വീട് വിറ്റ് പോകാൻ പറ്റുമോ അവരടുത്തുനിന്ന് എവിടേക്കെങ്കിലും പോയി ജീവിക്കുക നല്ലത്. കാരണം അവരടികത്തുള്ള കാലത്തോളം ഉപദ്രവം ഒഴിഞ്ഞു മാറില്ല. ഒന്നുകിൽ അല്ലാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു മരിച്ചു പോകണം. ഇത് രണ്ടും സംഭവിച്ചില്ലെങ്കിൽ അപകടമാണ്. കെട്ടുകളിൽ ഊതുന്നവരിൽ നിന്ന് കാവൽ തരയണമേ. അസൂയ വെക്കുന്ന ആളുകൾ അസൂയ വെക്കുമ്പോൾ അവരുടെ അസൂയയിൽ നിന്ന് കാവൽ നൽകണേ റബ്ബേ. അസൂയക്കാരുണ്ടായിരിക്കും, പക്ഷെ അവർ അസൂയ വെക്കാൻ തുടങ്ങിയാൽ പ്രയാസമാണ്, ഉപദ്രവങ്ങളാവും, പ്രയാസങ്ങളാവും. കുട്ടികൾക്ക് അസുഖാവും, വലിയവർക്ക് അസുഖാവും, പ്രയാസങ്ങളാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബാനബി തങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഈ സൂറത്ത് ഓതിക്കൊടുത്തു. 5 ആയത്തുകളായി. പിന്നെ ഉടനെ ഓതിക്കൊടുത്തു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. പറയുക നബിയേ, ജനങ്ങളുടെ റബ്ബിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവിനോട് കാവൽ ചോദിക്കുകയാണ്. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യനായ പടച്ചതമ്പുരാനോട് കാവൽ ചോദിക്കുകയാണ്. എന്ത്? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, മനുഷ്യരുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ കൊണ്ടുതരുന്ന പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹുവേ കാക്കണേ. ഈമാൻ തെറിച്ചു പോകുന്ന ചിന്തകൾ ഖൽബിലേക്ക് ചിലപ്പോൾ വരും. നമ്മൾ ഒന്നാന്തരം മുഅ്മിനാണ്, ഒന്നാന്തരം മുസ്ലിമാണ്, ഇബാദത്തൊക്കെ വളരെ ക്ലിയറാണ്, എന്നാലും ചില വേണ്ടാത്ത ചിന്തകൾ, എന്താ പടച്ചവനെ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നത് എന്ന് പോലും ഒരു വിശ്വാസി ആലോചിച്ച് പേടിച്ചു പോകും. പടച്ചവനെ എൻ്റെ ഈമാൻ പോയിപ്പോയോ എന്ന്. പേടിക്കേണ്ട, അതൊരു വസ്വാസാണ്. അത് പറയരുത്. ഇങ്ങനെയൊക്കെ തോന്നി, എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നി എന്ന് പറയരുത്. മനസ്സിലവിടെ വെക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പുണ്യ നബിയോട് സ്വഹാബിമാര് പറയുമായിരുന്നു, നബിയേ, ഞങ്ങളുടെ നാവുകളിലൂടെ, ഞങ്ങളുടെ മനസ്സിലൂടെ ചിലതൊക്കെ വന്നു പോകുന്നു, പറയാൻ തോന്നുന്നു. ഞങ്ങളെങ്ങാനും അത് തുറന്നു പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കഴുത്ത് മുറിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും, മുർത്തദ്ദായി പോകും. അങ്ങനത്തെ ഗുരുതരമായ ചിന്തകൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് നബിയേ. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. തീർച്ചയായും മനുഷ്യന്റെ കേൾവിയും മനുഷ്യന്റെ കാഴ്ചയും മനുഷ്യന്റെ മനസ്സും ചിന്തയും ഇതിനെക്കുറിച്ചെല്ലാം ചോദ്യമുണ്ട് എന്ന ആയത്തിറങ്ങിയപ്പോഴേ സ്വഹാബിമാര് പറയുകയാണ്, നബിയേ, ഞങ്ങളുടെ മനസ്സുകളിൽ വേണ്ടാത്ത ചിന്തകൾ വന്നു പോകുന്നു, അതിനെക്കുറിച്ചൊക്കെ ചോദ്യമുണ്ടോ?
അപ്പോഴാണ് ഹബീബിന്റെ മറുപടി, അൽഹംദുലില്ലാഹില്ലദീ റദ്ദ കൈദഹു ഇലാ വസ്വസത്തിൻ. അല്ലാഹു പിശാചിന്റെ ആ ചതി ഒരു വസ്വാസായി ഒതുക്കി നിർത്തിയല്ലോ. നിങ്ങളത് പറയരുത്, നിങ്ങളത് ചെയ്യരുത്. തോന്നിയതല്ലേ, സാരമില്ല. മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. മനസ്സിൽ പലതും വന്ന് കയറി ഇറങ്ങിപ്പോകും. അങ്ങനെ ചിന്തകൾ കയറി ഇറങ്ങുന്നതിന് വിരോധമില്ല. നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിച്ച് ഉറക്കരുത്, നിങ്ങളത് പറയരുത്, അതുപോലെ ചെയ്യരുത്. അതാണ് വസ്വാസുൽ ഖന്നാസ്. മിനൽ ജിന്നതി വന്നാസ്. മനുഷ്യരിലും ജിന്നുകളിലും ഉണ്ടല്ലോ പിശാചുക്കള്. മനുഷ്യരിലും ജിന്നുകളിലുമുള്ള പിശാചിൽ നിന്ന് കാവൽ നൽകണമേ എന്ന് നിബിതങ്ങളോട് അല്ലാഹു ചൊല്ലാൻ പഠിപ്പിച്ച ആയത്തുകളാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ രണ്ട് സൂറകൾ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റുഖിയ ചെയ്തിട്ടുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം. അതാ നമ്മൾ പറഞ്ഞത്. ജിബ്രീൽ തങ്ങൾക്ക് റുഖിയ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ദുആൻ ചൊല്ലിക്കൊടുത്തു. അതാണ് ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ഷൈഇൻ യുദീക മിൻ ശർരി ഹാസിദിൻ വഐനിൻ അല്ലാഹു യശ്ഫീക്. പറ്റുകയാണെങ്കിൽ ഇത് പഠിച്ചു വെച്ചോളി, നല്ലതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആർക്കും റുഖിയ ചെയ്യാൻ ഓതാൻ പറ്റുന്ന ഒരു ദിക്റാണത്, ദുആയാണത്. 11 തവണ രോഗിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ചൊല്ലിക്കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഖുർആൻ ഓതിക്കൊടുത്തു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും. 11 കെട്ടുകൾ ഉണ്ടായിരുന്നു നബി തങ്ങൾക്ക് വേണ്ടി സിഹിർ ചെയ്ത ആ ഒരു ഈത്തപ്പഴത്തിന്റെ കുലയില്. ജിബ്രീൽ തങ്ങൾ ഓരോ ആയത്ത് ഓതുമ്പോഴും അത്ഭുതകരമായി ഓരോ കെട്ടുകൾ അഴിഞ്ഞു തുടങ്ങി. ആ കെട്ടുമ തൊട്ടിട്ടില്ല. ജിബ്രീൽ തങ്ങൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഒന്നഴിഞ്ഞു. മിൻ ശർരി മാ ഖലഖ് രണ്ടാമത്തേത് അഴിഞ്ഞു. മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. അങ്ങനെ മിനൽ ജിന്നതി വന്നാസ്. 11ാമത്തെ ആയത്ത് ഓതിയപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1-ൽ 5, രണ്ടാമത്തെ അവസാനത്തെ സൂറത്തിൽ 6, അങ്ങനെ 11 ആയത്തുകൾ. قام النبي صلى الله عليه وسلم فكأنما نشط من عقال. ബോധരഹിതനായ ഒരു മനുഷ്യൻ, എഴുന്നേൽക്കാൻ കഴിയാതെ തളർന്നു കിടന്നിരുന്ന ഒരാൾക്ക് ബോധം തെളിഞ്ഞാൽ എങ്ങനെയാണോ അയാൾ എഴുന്നേൽക്കുന്നത്, അതുപോലെ ഹബീബായ നിബിതങ്ങൾ ഈ 2 സൂറകളും ഓതിക്കഴിഞ്ഞപ്പോഴേക്കും നിബിതങ്ങൾ എഴുന്നേറ്റിരുന്നു എന്ന് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. സ്വഹാബികൾ ചോദിച്ചു, നബിയെ, ആരാണ് അങ്ങയെ ഉപദ്രവിച്ചത് എന്ന ആളിന്റെ പേരങ്ങ് പറഞ്ഞല്ലോ. ലബീദ് ഇബ്നു അസം, അങ്ങാടിയിൽ എപ്പോഴും കാണുന്ന ആളാ. സ്വഹാബികൾ ചോദിച്ചു, നബിയെ, ഞങ്ങൾ പോയിട്ട്. തങ്ങൾ പറഞ്ഞു, വേണ്ട, അങ്ങയെ ഉപദ്രവിച്ച ഒരാൾ ഇങ്ങനെ കൂളായിട്ട് ഇങ്ങനെ നടക്കുമ്പോ ഞങ്ങളത് കണ്ടു നിൽക്കിയ നബിയെ, ഞങ്ങൾ അയാളെ ശരിയാക്കുന്നു പറഞ്ഞു. ഞങ്ങൾ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു. അമ്മല്ലാഹു ഫഖദ് ശഫാനി, അല്ലാഹു എനിക്ക് ശിഫ തന്നില്ലേ, അത് മതി. ഒരിക്കൽ പോലും ലബീദ് ഇബ്നു അസമിനോട് തങ്ങൾ ചോദിച്ചിട്ടില്ല എന്നാ. എങ്ങനെ ലബീദേ, എനിക്കെതിരെ ഈ ഒരു പരിപാടി ചെയ്തല്ലേ, നീ എന്നെ ഉപദ്രവിക്കാൻ ഇങ്ങനെ ചെയ്തല്ലേ, നീ എനിക്ക് സിഹർ ചെയ്തല്ലേ എന്ന് ലബീദ് ഇബ്നു അസം മരിക്കണവരെ നബി തങ്ങൾ ചോദിച്ചിട്ടില്ല എന്നാ. അതാണ് ഹബീബിന്റെ ക്വാളിറ്റി. അതുകൊണ്ടാണ് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അങ്ങ് മഹോന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാ നബിയെ. ഒരാളുടെ പേരും നമുക്കൊന്നും അങ്ങനെ ഒരാളെ തെറ്റിദ്ധരിക്കാൻ പറ്റൂലേ. ആരെങ്കിലുമൊക്കെ വെറുതെ പറയും അമ്മായിന്റെ മോനാ ചെയ്തെന്നൊക്കെ, അതൊന്നും വിശ്വസിച്ച് അമ്മായിന്റെ മോൻ്റെ അടുത്ത് ചെല്ലരുതേ. അതൊന്നും ഖത്ഈയായ ദലാലത്തുകളല്ല. ആവാം, ആവാതിരിക്കാം, വഹയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും അത് ഉറപ്പിക്കാനോ അത് ശരിയാണെന്ന് ധരിക്കാനോ വിശ്വസിക്കാനോ പാടുള്ളതല്ല. കേട്ടുപോരി, അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന്. ചികിത്സിക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു രീതിയിൽ അള്ളാഹു നൽകുന്ന കറാമത്ത് കൊണ്ടെങ്കിലും അവർക്ക് അങ്ങനെ ആര് ചെയ്തു, ആരുപദ്രവം ചെയ്തു എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു അറിവ് കിട്ടിയാൽ പോലും പ്രയാസം അനുഭവിക്കുന്നവരോടത് പറയാൻ പാടില്ല എന്ന്. കാരണം ഈ സിഹർ ചെയ്യുന്നത് തന്നെ തമ്മിൽ അടി ഉണ്ടാക്കാനാണ്. ഇത് പറയുകൂടെ ചെയ്ത് എന്തായിരിക്കും, കത്തിക്കുത്തായി പോവില്ലേ. അത് പിശാചിന്റെ പണിയാണ്, അത് ചെയ്യാൻ പാടില്ല, പറഞ്ഞു കൊടുക്കരുത്. അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. ഇൻസിയും ജിന്നിയും അർളിയും സമാവിയുമായ എല്ലാവിധ ശർറിൽ നിന്നും അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. സ്വലാത്തും കൂടെ ആകുമ്പോൾ ഉണർവായിക്കോളൂ. اللهم صل على سيدنا محمد
وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അള്ളാഹു നമ്മുടെ സ്വലാത്തിനെ ഹബീബിൻ്റെ ഹളറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജസാക്കുമുല്ലാഹു ഖൈറ.